എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസാണ് PSCക്ക് ചോദിക്കുന്നത്, UPSCക്ക് ചോദിക്കുന്നത്. വളരെ മൈക്രോസ്കോപ്പിക്കായ, വളരെ സൂക്ഷ്മമായ ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്യാനും അതിൽ നിന്ന് മാക്സിമം മാർക്ക് നമുക്ക് നേടാനും കഴിയൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് 1949 നവംബർ മാസം 26-ാം തീയതിയാണ് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് അംഗീകരിച്ചത്. പിന്നീട് 1950 ജനുവരി 24-നാണ് മെമ്പേഴ്സ് 284 മെമ്പേഴ്സ് അതിലൊപ്പിട്ടത്. അതിൽ 15 പേർ വനിതകളായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് 1950 ജനുവരി മാസം 26-നാണ് അത് നിലവിൽ പ്രായോഗികമായി ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന പ്രസിഡന്റ് അധികാരമേൽക്കുന്ന അന്നാണ്. പിന്നെ നമ്മൾ പറയുന്നു ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഇംഗ്ലീഷിലാണ്. പക്ഷേ പിന്നീട് ഭരണഘടന ഹിന്ദിയിലും അതുപോലെ മറ്റ് 15 റീജിയണൽ ലാംഗ്വേജിലും കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, ഭേദഗതികൾ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതുവരെ 106 ഭരണഘടനാ ഭേദഗതികളാണ് വന്നിട്ടുള്ളത്. 106-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി. അത് ശരിക്കും പറഞ്ഞാൽ 2003 സെപ്റ്റംബർ 28-നാണ് ഈ ഭരണഘടനാ ഭേദഗതി വന്നത്. 106-ാം ഭരണഘടനാ ഭേദഗതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം സംസ്ഥാന നിയമസഭകളിലേക്കും അതുപോലെ ലോക്സഭയിലേക്കും ഡൽഹി നിയമസഭയിലേക്കും വനിതകളുടെ എണ്ണം റിസർവ് ചെയ്ത് കൊണ്ടുള്ളതാണ്. 33% റിസർവേഷൻ സ്ത്രീകൾക്ക് വനിതകൾക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു ഭേദഗതിയാണിത്. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അത് നടപ്പിലാക്കിയിട്ടില്ല. കാരണം അതിൽ പറയുന്ന ഒരു വ്യവസ്ഥ പ്രകാരം അവസാനത്തെ സെൻസസും അതിൻ്റെ ഫിഗർ പബ്ലിഷ് ചെയ്ത് പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടത്തിയാൽ മാത്രമേ, നിയോജക മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിച്ചാൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ 2029 ഏകദേശം ഇത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2001 വരെ ഈ ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്തു. അത് 2001-ൽ 84-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പിന്നീട് 2026 വരെ അത് ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഡീലിമിറ്റേഷൻ ഫ്രീസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ ഫാമിലി പ്ലാനിംഗ് അടക്കമുള്ള പ്രോസസ്സിലൂടെ കേരളം, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം സാധിച്ചുവെങ്കിലും ബീഹാർ, ഉത്തർപ്രദേശ് പോലെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ജനസംഖ്യാ നിയന്ത്രണം പ്രാവർത്തികമാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ അവിടെ കൂടുതൽ ലോക്സഭാംഗങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇവിടെ കേരളത്തിൽ അതിൻ്റെ ഒരു ബാലൻസ്, പോപ്പുലേഷൻ ബാലൻസ് ഇൻ ടേം ഓഫ് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, അത് ബാലൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് നടപ്പിലാക്കാൻ കഴിയാത്തത്. എന്തായാലും 2029 ജനറൽ ഇലക്ഷനോടുകൂടി ഇത് പുതിയ റിസർവേഷൻ നടപ്പിലാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.